സെലക്ഷൻ ഫാമിലിയിലെ അടുത്ത ടൂളാണ് മാജിക് വാൻഡ്. കീബോർഡിൽ W എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഷിഫ്റ്റ് W പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് മാജിക് വാൻഡിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ ഈ കാണുന്ന ഇതാണ് മാജിക് വാൻഡ്. ക്വിക്ക് സെലക്ഷൻ ടൂളിന്റെ ഒപ്പം തന്നെ കാണുന്ന ടൂളാണ് മാജിക് വാൻഡ് ടൂൾ. മാജിക് വാൻഡ് എന്ന് പറയുന്നത് ഈ മാന്ത്രികന്മാരുടെ കയ്യിലുള്ള ഒരു ചെറിയ വടിയുണ്ട്, അതിനാണ് മാജിക് വാൻഡ് എന്ന് പറയുന്നത്. ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ചിത്രത്തില് ഏതെങ്കിലും ഒരു പ്രത്യേക കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിൽ ആ കളറിലുള്ള എല്ലാ ഭാഗവും സെലക്ഷന്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ ഉൾപ്പെടുത്തുന്നതിന്റെ റേഞ്ച് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഈ ടോളറൻസ് കൂടുമ്പോൾ കൂടുതൽ ഏരിയയെയും ടോളറൻസ് കുറയുമ്പോൾ കുറഞ്ഞ ഏരിയയെയും കവർ ചെയ്യുന്നു. കുറഞ്ഞ ഏരിയക്ക് കൂടുതൽ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത കളറിന്റെ അടുത്ത് നിൽക്കുന്ന കളറിലുള്ള പിക്സലുകളെ കൂടി സെലക്ഷൻ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ടോളറൻസ് കൂടുന്നതിനും കുറയുന്നതിന്റെയും അർത്ഥം. കുറഞ്ഞ ടോളറൻസ് ആണെങ്കിൽ ഇപ്പൊ 32 കൊടുത്തിരിക്കുന്നത്. കുറഞ്ഞ ടോളറൻസ് ആണെങ്കിൽ കളറിനോട് ഏറ്റവും അടുത്ത കൂടുതൽ സാമ്യമുള്ള കളർ പിക്സലുകളെ സെലക്ട് ചെയ്യുകയും ടോളറൻസ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ റേഞ്ച് കൊടുക്കുകയും കൂടുതൽ സെലക്ഷൻ ഏരിയയെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. ടോളറൻസ് ആണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി. മറ്റൊരു സംഗതി ഈ കോണ്ടിഗ്വസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ്. കോണ്ടിഗ്വസ് എന്ന് പറഞ്ഞാൽ അർത്ഥം അടുത്തടുത്തുള്ള എന്നുള്ളതാണ്, തൊട്ടടുത്തടുത്തുള്ള എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന എന്നാണ് കോണ്ടിഗ്വസ് എന്നുള്ള പറയുന്നത്. ഇനി ചില സന്ദർഭങ്ങളിൽ ഇപ്പോ ഈ നമ്മളിവിടെ വെള്ളയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ കോളറിലേക്ക് വരെ സെലക്ഷൻ പോകാൻ കാരണം ഈ വെള്ള ബാക്ക്ഗ്രൗണ്ടുമായിട്ട് 32 ടോളറൻസിന്റെ പരിധിയിൽപ്പെട്ട് ഇത് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. ഇവിടെ എങ്ങനെ പിക്സലുകൾ കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് കയറി വരാനായിട്ട് കാരണം. ബൈ ഡിഫോൾട്ട് കോണ്ടിഗ്വസ് ഓൺ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അതായത് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള പിക്സലുകളെയാണ് സെലക്ടേഷൻ വരിക. അപ്പൊ നമ്മൾ ഈ ചിത്രത്തെ, ഇപ്പൊ ഈ കാണുന്ന ചിത്രത്തെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ളയാണ്. എന്നാൽ ഈ വെള്ള ഇവിടെയൊക്കെ കണക്റ്റഡ് ആണ്, ഇവിടെ വരെയൊക്കെ കണക്റ്റഡ് ആണ്. എന്നാൽ ഈ ഫോൺ വയറിന്റെ ഇപ്പുറത്തുള്ള വെള്ളയും ഇവിടെ കാണുന്ന വെള്ളയും കണക്റ്റഡ് അല്ല. അവിടെ ഒരു പ്രത്യേക കളർ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോണ്ടിഗ്വസ് ഓൺ ആയിരിക്കുന്ന അവസരത്തിൽ നമ്മൾ വെള്ളയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ വയറിന്റെ ഇപ്പുറത്തുള്ള ഭാഗവും സെലക്ഷനിൽ വരുന്നില്ല, എന്നാൽ ഇവിടെയുള്ള ഭാഗവും സെലക്ഷൻ വരുന്നില്ല. ഇവിടെ കോണ്ടിഗ്വസ് ഓഫ് ആയിട്ട് കഴിഞ്ഞാൽ, ഓഫ് ആക്കിയതിന് ശേഷം കോണ്ടിഗ്വസ് അൺചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതേ സ്ഥലത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗങ്ങളും കൂടി സെലക്ഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് കോണ്ടിഗ്വസ് എന്നുള്ള സംഗതിയുടെ ഉപയോഗം. അടുത്തത് നമുക്കിവിടെ ഈ ചിത്രത്തെ പരിഗണിച്ചാൽ ടോളറൻസിനെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ഈ ചിത്രത്തെ പരിഗണിച്ചാൽ ടോളറൻസ് 30 ആയിരിക്കുന്ന അവസരത്തിൽ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ വെള്ള കളറുമായി ചിത്രത്തിൽ എവിടെയൊക്കെ പിക്സലുകൾ ഉണ്ടോ അതെല്ലാം സെലക്ഷൻ. അപ്പൊ ഈ ചാർട്ടിന്റെ മുകളിലെല്ലാം വെള്ള കയറി വരാൻ കാരണം, അല്ലെങ്കിൽ സെലക്ഷൻ കയറി വരാൻ കാരണം ഇത് ഈ വെള്ള കളറിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന കളർ ആയതുകൊണ്ടാണ്. ടോളറൻസ് വർദ്ധിപ്പിക്കും തോറും നമുക്ക് വീണ്ടും കുറെ ഭാഗങ്ങൾ സെലക്ഷന്റെ പരിധിയിലേക്ക് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ടോളറൻസ് കുറച്ചു, ഇപ്പോൾ 0 ടോളറൻസ് കൊടുത്തു, അതിനുശേഷം നമ്മൾ മാജിക് ടൂൾ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ള ഭാഗത്തോട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള പിക്സലിനോട് അടുത്തിരിക്കുന്ന കളർ പിക്സലുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെലക്ഷൻ റേഞ്ച് നിർണ്ണയിക്കുന്നത്. ഇത്തവണ തീർച്ചയായിട്ടും ഇവിടെ ഇതിലേക്ക് കയറി വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ 2 മാജിക് വാൻഡ് ടൂള് ഉപയോഗപ്പെടുത്തുക. ഒന്ന് ടോളറൻസ്, 2 കോണ്ടിഗ്വസ്. മറ്റ് ഭാഗങ്ങളെല്ലാം വിശദമായ രീതിയിൽ മറ്റൊരു അവസരത്തിൽ പറയുന്നുണ്ട്.